ഹായ് ഹലോ എല്ലാവർക്കും മൈഷേഴ്സ് ബുട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കീർത്തന ഫ്രം കണ്ണൂർ. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ചെറുകുന്നാണ്. ചെറുകുന്ന് KSCBയുടെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. രാമ മെമ്മോറിയൽ ബിൽഡിംഗിലാണ്, ഫസ്റ്റ് ഫ്ലോർ ആണ് വരുന്നത്. നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവരൊക്കെ പരമാവധി നേരിട്ട് തന്നെ വന്ന് വാങ്ങിക്കുക കേട്ടോ. അപ്പം ഞാൻ എല്ലാ ആഴ്ചയും ഒരു ദിവസം നമ്മുടെ ക്ലിയറൻസ് സെയിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് സൺഡേ കൊണ്ടുവരാൻ ഒന്നാമത്തെ കാരണം, ഞാൻ സാറ്റർഡേ കൊണ്ടുവരണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്. സൺഡേ കൊണ്ടുവരാൻ കാരണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് തിരക്കാണ്. ഒന്നാമത് 21, 22 എൻ്റെ മോളെ കലോത്സവമാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ പ്രാക്ടീസ് സെഷനാണ്. ഇപ്പോൾ ഇനി 2-3 ദിവസം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഒരുപാട് തിരക്കുണ്ട്, മറ്റുള്ളവർക്കും നമ്മുടെ സ്റ്റാഫ്സിനും തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല, ഈ ഒരു വർക്കിംഗ് ഡേ ഏതെങ്കിലും ഒരു ദിവസം വെക്കുന്നതായിരിക്കും കേട്ടോ. നോക്കിയിട്ട് അത് ഈ ഒരു കാരണം കൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ എന്തുണ്ടെങ്കിലും വരാറുണ്ട്, പക്ഷെ ഇന്ന് തീരെ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളി ക്ലിയറൻസ് സെയിലാണ്. 399 നമ്മുടെ 2 പീസ് സെറ്റും, ബാക്കി വരുന്ന ഒരു പീസ് മാത്രമേ ഉള്ളൂ. അത് ആദ്യമേ പറയാം, ഏത് 3 പീസ് സെറ്റായാലും 2 പീസ് സെറ്റായാലൊക്കെ 1 പീസോ 2 പീസോ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ, ഒരുപാടില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 3 പീസ് സെറ്റൊക്കെ വെറും 699-നും 599-നും ഒക്കെയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മിസ് ചെയ്യേണ്ട. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ക്യാപ്സ്യൂൾ കോട്ടണിൽ വന്നിരിക്കുന്നത് ഈ ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് റോസ് ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. അതുപോലെ ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. നല്ലൊരു ആലിലെ നെക്ക് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് ഇല്ല, ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. 46 to 47 ഇഞ്ചസോളം ലെങ്ത്തും വരുന്നുണ്ട് ടോപ്പിന് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ദുപ്പട്ടയാണ് വരുന്നത് കണ്ടോ. നല്ല അടിപൊളി ദുപ്പട്ട വരുന്നുണ്ട്. അതുപോലെ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവൈലബിൾ സൈസസ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ, എനിക്ക് അറിയത്തില്ല ഏതൊക്കെ സൈസ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അടിപൊളി കളക്ഷൻ ആണ്. 699 ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ രണ്ടാമത്തെ കളർ ഷെയ്ഡ് ഉണ്ട്, ഇതാണ് കേട്ടോ. രണ്ടാമത്തെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ്. ഇതൊക്കെ നമ്മുടെ ഹിറ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു, ഒരുപാട് ഉണ്ടായിരുന്നു. 699 അത്രയും വർത്തായ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ദുപ്പട്ട നല്ലൊരു ലെമൺ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി നല്ല ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെ വരും. അതുപോലെ ബോട്ടം ഇങ്ങനെ വരും കേട്ടോ. ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ഡോറീസ് കൊടുത്തിട്ട് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത ബോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതാണ്ടോ 40 ഇഞ്ചസിലധികം ലെങ്ത്ത് ബോട്ടത്തിന് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. അപ്പോൾ പ്രൈസ് ഓൺലി 699 കേട്ടോ, കിട്ടത്തില്ല. അപ്പോൾ ഈ 3 പീസ് സെറ്റ് വേണ്ടുന്നവരൊക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. അടുത്ത 3 പീസ് സെറ്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഹൈനെക്കിൽ വന്നിരിക്കുന്ന 3 പീസ് സെറ്റാണ് കേട്ടോ. ഇതിൽ 3 കളർ ഷെയ്ഡ്സ് ആണ് ഉള്ളത്. നമ്മുടെ ഹിറ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സൈസും അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല, അതിൽ സിംഗിൾ പീസേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാലോ, എപ്പോഴും പ്രശ്നമാണ്, കിട്ടിയിട്ടില്ല എന്നുള്ള പ്രോബ്ലംസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ലിയറൻസ് സെയിൽ വെക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ക്യാപ്സ്യൂൾ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോട്ട്ലീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഹൈനെക്ക് കൊടുത്തിട്ടുണ്ട്. ഹൈനെക്കിൽ 699 3 പീസ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വർത്താണ്. 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് ഇല്ല, ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ വരുന്നത്. ഇതാണ് കോട്ടൺ ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ കേട്ടോ. അതുപോലെ ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു അജ്രക്കാണ് കേട്ടോ പ്രിന്റ് വരുന്നത്, അത് പറയാൻ വിട്ടുപോയി. അജ്രക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയായാലും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെ വരും കേട്ടോ. 699 ആണ് കേട്ടോ. ബോട്ടം നോക്കാം. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ളി ഇലാസ്റ്റിക് ബോട്ടാണ് വരുന്നത് കേട്ടോ. അടിപൊളി ബോട്ടം കൊടുത്തിട്ടുണ്ട്. 40 ഇഞ്ചസിലധികം ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും 699 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലൂ ആണ് കേട്ടോ. ഇതാ ബ്ലൂ ആണ് വരുന്നത് കേട്ടോ. സെയിം തന്നെയാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത്. അടിപൊളി ബ്ലൂ ഷെയ്ഡാണ്. ഇതാണ്
ദുപ്പട്ട വരുന്നത് അജ്രക് പ്രിന്റ് ആണ്. ഇങ്ങനെ വരും. 699 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സൈസ് ഞാനിപ്പോൾ പറയുന്നില്ല, സൈസ് ഞാൻ നോക്കിയിട്ട് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതാണ് ഇലാസ്റ്റിക് വരുന്നുണ്ട്. ഇങ്ങനെ വരും. അടിപൊളി കളക്ഷൻ. വിത്ത് ലൈനിങ് ആണ്, സ്ലീവ് ലൈനിങ് ഇല്ല, കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സെക്കൻഡ് കളർ ഷെയ്ഡ് ബ്ലൂ, സെക്കൻഡ് കളർ ഷെയ്ഡ് ബ്ലൂ ആണ് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം. ലാസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഹൈനെക്കിലാണ്. ഹൈനെക്കിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇങ്ങനെ പോട്ട്ലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഇതാണ് ദുപ്പട്ട കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല അടിപൊളി 3 പീസ് സെറ്റാണ്, മിസ് ചെയ്യരുത്. അതുപോലെ ഇതാണ് ബോട്ടം വരുന്നത്, ഫുള്ളി ഇലാസ്റ്റിക് ബോട്ടം കേട്ടോ. പ്രൈസ് ഓൺലി 699 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം മാർക്കറ്റ് റേറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ട്. 3 പീസ് സെറ്റിനൊക്കെ എല്ലാം 1000 എബവ് ആണ് കേട്ടോ. ഞങ്ങളാണ് ഇപ്പോഴും 899 799 ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് വെറും 699 ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ്. അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. നമുക്ക് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. വൈനും അതുപോലെ ബ്ലൂവും, പക്ഷെ പ്രിന്റ് വ്യത്യാസമായിട്ട് നെക്കും വ്യത്യാസമായിട്ട്. നെക്ക് നോർമൽ നെക്കാണ് വരുന്നത്. വന്നിരിക്കുന്ന 3 പീസ് സെറ്റാണ് കേട്ടോ. ഇങ്ങനെ വരും കണ്ടോ. ഇതാണ് വരുന്നത് കണ്ടോ. അതുപോലെ ഇതാണ് ദുപ്പട്ട വരുന്നത്. കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. നല്ല ഒഴുകി കിടക്കുന്ന ദുപ്പട്ടയാണ്. അതുപോലെ ബോട്ടം, ഇതാണ് ബോട്ടം. ബോട്ടത്തിൽ ഫ്രണ്ടിൽ ഡോറീസും ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ വിത്ത് പോക്കറ്റ് ആണ് കേട്ടോ. ഇത് പോക്കറ്റോട് കൂടിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും 699 തന്നെയാണ് പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ല വിടുത്ത്. ഇതിപ്പം നമ്മുടെ XXL തന്നെ നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടത്തിന് അത്യാവശ്യം നല്ല വിടുത്ത് വരുന്നുണ്ട്. ഇങ്ങനെ വരും. അപ്പോൾ വരുന്നവർ വേഗം പർച്ചേസ് ചെയ്തോളൂ. ഏത് കിട്ടിയാലും നിങ്ങൾക്ക് നഷ്ടമില്ല. 699 ആണ് കേട്ടോ. കാപ്സ്യൂൾ കോട്ടൺ ഫാബ്രിക്കിലാണ് എല്ലാം വരുന്നത്. ഇങ്ങനെ വരും. അപ്പം നെക്സ്റ്റ് ബ്ലൂ ആണ് കേട്ടോ. അതിൻ്റെ തന്നെ ആ ഒരു നെക്കിൽ തന്നെ വരുന്നത് കേട്ടോ. അലിന് നെക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. അലിന് നെക്ക് പോലെയാണ്. ഇവിടെ ഒരു കട്ട് വന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. കണ്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. കോട്ടൺ ലൈനിങ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഗോൾഡൻ ഫോയിൽ പ്രിന്റ് കൂടി പോയിട്ടുണ്ട് കേട്ടോ ഇതിൽ. അതുപോലെ ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ. ദുപ്പട്ടയ്ക്ക് അടിപൊളി നല്ല ലെങ്ത് ആൻഡ് വിത്തുള്ള ദുപ്പട്ടയാണ്. 699 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടലും പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കണ്ടോ. ഇതാണ് ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ഡോറീസ് കേട്ടോ. ഇങ്ങനെ വരും. വിത്ത് പോക്കറ്റാണ് വരുന്നത്. 40 ഇഞ്ചസിലധികം നമുക്ക് ലെങ്ത്തും വരുന്നുണ്ട്. അടിപൊളി കളക്ഷനാണ്. അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. അടുത്ത നമുക്ക് പാറ്റേൺ കാണാം. നെക്സ്റ്റ് പ്യൂർ കോട്ടണിൽ വന്നിരിക്കുന്ന 3 പീസ് സെറ്റാണ് കേട്ടോ. ഇതൊക്കെ സിംഗിൾ പീസാണ്. എല്ലാ സൈസും അവൈലബിൾ അല്ല. 745 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് സിംഗിൾ പീസ് ആയതുകൊണ്ട് ഇത്രയും റേറ്റ് കുറവിൽ കൊടുക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നഷ്ടത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. സത്യമാണ്. നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 745 സിംഗിൾ പീസാണ് കേട്ടോ. 3 പീസ് സെറ്റാണ്. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഹൈനെക്കാണ്. അപ്പോൾ വൈറ്റിൽ നല്ല ബ്ലൂ ഷെയ്ഡിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരും. അതുപോലെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ. നല്ല അടിപൊളി ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്.
ഫുള്ളി ചെറിയ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ട് താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഫിനിഷിങ്ങിലുള്ള പ്രിന്റ് കൂടി പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. 750. ഹൈനെക്കാണ് പാറ്റേൺ വരുന്നത്. 3/4 സ്ലീവാണ്. സ്ലീവിൽ ലൈനിങ് ഇല്ല. നല്ല കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരും. അതുപോലെ ബോട്ടം ഇങ്ങനെ ഡോറീസ് കൊടുത്തിട്ട് ഉള്ള ബോട്ടമാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇങ്ങനെ വരും കേട്ടോ. നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെയുള്ള നല്ല വിഡ്ത്തൊക്കെയുള്ള ബോട്ടമാണ്. ഇതിപ്പം XXL ആണ് കേട്ടോ സൈസ്. XXL നോക്കിയാൽ നല്ല വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ 745 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഞാൻ സൈസ് മെൻഷൻ ചെയ്യാം കേട്ടോ. അടുത്ത ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ്. ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ്. നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. നമ്മുടെ ലൈറ്റ് ഒലീവ് ഗ്രീൻ ആണ് വരുന്നത്. നല്ല രസമുണ്ട് ഇത് കാണാൻ കണ്ടോ. ഇതൊക്കെ ഇപ്പോഴും ഷോപ്പിൽ ഡിമാൻഡ് കേട്ടോ. ഇപ്പം നമ്മൾ ഒരുപാട് പുതിയ ഐറ്റംസ് ഒരുപാട് 3 പീസ് സെറ്റ് കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഒഴിവാക്കുന്നത്. ഇങ്ങനെ വരും. പ്യുവർ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവ് ആണ്. അതുപോലെ ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. അടിപൊളി ദുപ്പട്ട. അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് ബോട്ടം കേട്ടോ. അത് ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല ഫിനിഷിംഗ് ഉള്ള പ്രിന്റാണ്. അപ്പം വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. 745 കേട്ടോ. അപ്പം നമുക്കിനി 3 പീസ് സെറ്റ് ഏകദേശം ആയി അല്ലെ. 3 പീസ് സെറ്റ് കഴിഞ്ഞില്ലേ. ഇനി 2 പീസ് സെറ്റാണ് കേട്ടോ. കോഡ് സെറ്റാണ് വരുന്നത്. നമുക്ക് കോഡ് സെറ്റിന്റെ ക്ലിയറൻസ് കാണാം. അടുത്തത് കോഡ് സെറ്റിന്റെ ക്ലിയറൻസ് ആണ്. എല്ലാം സിംഗിൾ പീസ് ആണ് കേട്ടോ. അത് ആദ്യമേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതല്ല. എന്നാലും വന്നിട്ട് ചോദിക്കും, നിങ്ങൾ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാതെയാണോ വന്നിട്ട് ഈ ഒരു സെയിൽ നടത്തുന്നത്, നമ്മളെ സമയം കളയാൻ എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാ സൈസിലും സിംഗിൾ പീസ് ആയിരിക്കും. ജസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കാരണം എൻക്വയറി അധികം ഇല്ലാത്ത ചില സൈസുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് സമയത്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ക്ലിയറൻസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രൊഡക്റ്റും പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ചിലർ വിചാരിക്കും നമ്മൾ ലാസ്റ്റ് വീഡിയോ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കാണുന്നവരാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാവത്തില്ല, ഈ പ്രൊഡക്റ്റ് ഉണ്ടാവത്തില്ല. പക്ഷെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ സിംഗിൾ പീസ് ആണെങ്കിൽ അത് ആരും ചോദിക്കാത്തതെല്ലാം ചിലപ്പോൾ ചില സൈസുകളിലെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു നോക്കുക കേട്ടോ. എപ്പോഴും അതുകൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിലും പരാതിയൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു സ്കാലപ്പ് നെക്കിന്റെ ഐറ്റം ആണ്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 399 ആണ് കേട്ടോ. 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇങ്ങനെ സ്കാലപ്പ് കൊടുത്തിട്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്ന ഐറ്റം ആണ്. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ഡോറീസ് കൊടുത്ത ഡെൽറ്റ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഐറ്റം വിത്ത് പോക്കറ്റോട് കൂടി വന്നിട്ടുള്ള 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സൈസ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. എന്താ നമ്മുടെ ഒരു ടീൽ ബ്ലൂ വിത്ത് പീകോക്ക് ബ്ലൂ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് കേട്ടോ. അതുപോലെ ഇതാണ് ഇതിന്റെ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവ് ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ആണോ ഇങ്ങനെ വരും. ഫ്രണ്ട് ഇങ്ങനെ വരും. അപ്പോൾ 399 നമുക്ക് സ്വപ്നത്തിൽ പോലും കിട്ടാത്ത പ്രൈസ് ആണ്. അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ നെക്സ്റ്റ് അതിന്റെ തന്നെ കളർ ഷെയ്ഡ് ബ്ലാക്ക് ആണ് കേട്ടോ. ബോട്ടം തന്നെ ബോട്ടം തന്നിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. 3/4 സ്ലീവ് ആണ്. ഇതാണ് കേട്ടോ. സ്കാലപ്പ് നെക്കാണ് വന്നിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ കാണാൻ. അതുപോലെ ഇതാണ് ലൈനിങ് വരുന്നത്. ബ്ലാക്ക് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഫ്രണ്ട് ഇങ്ങനെ വരും കേട്ടോ. നെക്സ്റ്റ് ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ഡോറീസ്, അതുപോലെ പോക്കറ്റ്. അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പ്രൈസ് ഓൺലി 399 കേട്ടോ. ഷെയ്ഡ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. ഇതിന് എനിക്ക് തോന്നുന്നു തീരെ ഇല്ലാന്ന് തോന്നുന്നു. 1-2 പീസസേ ഉള്ളൂ. ഇതൊക്കെ സൈസ് തന്നെ ഒരു സൈസ്, ഒരു 1-2 സൈസേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതാണ് ഫ്രണ്ടിൽ ഡോറീസ്, ബാക്കിൽ ഇലാസ്റ്റിക്, അതുപോലെ ഇതാണ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. സ്ലിറ്റഡ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ ലൈനിങ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഫ്രണ്ട് പ്രൈസ് ഓൺലി 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ.
നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത്. വിത്ത് പോക്കറ്റ് ആണ് കേട്ടോ. 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. വേഗം തന്നെ പർച്ചേസ് ചെയ്തു. നെക്സ്റ്റ് ഹൈനെക്കിൽ വന്നിരിക്കുന്ന 2 പീസ് സെറ്റ് ആണ് കേട്ടോ. ഇങ്ങനെ വരും. ഈ ഒരു നെക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരുന്ന ഒരു 2 പീസ് സെറ്റ് ആണ്. ഇങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. ആണോ, മുന്നിൽ നല്ലൊരു ചെറിയൊരു പോട്ട്ലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് യെല്ലോ ഷെയ്ഡാണ്, ബേസ് വൈറ്റ് ആണ്, യെല്ലോ ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ. 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് ഇല്ല, ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ അതുപോലെ ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത്. 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇതിന്റെയൊക്കെ സിംഗിൾ പീസേ ഉള്ളൂ. ഫ്രണ്ടിൽ ഡോറീസ്, ബാക്കിൽ ഇലാസ്റ്റിക്. 40 ഇഞ്ചസ് ലെങ്ത് ടോപ്പ്, ബോട്ടം. 46 ഇഞ്ചസോളം ലെങ്ത് ടോപ്പിനുണ്ട് കേട്ടോ. 46 to 47 ഉണ്ടാവും. അപ്പോൾ സൈസ് ചെയ്യാൻ മെൻഷൻ ചെയ്യാം ഏതൊക്കെ അവൈലബിൾ എന്നുള്ളത്. ഇങ്ങനെ വരും. അപ്പം നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. ബോട്ടം ഉണ്ടോ, ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ഡോറീസ് ആണ് കേട്ടോ വരുന്നത്. വേണ്ട, ഇതാണ് ലൈനിങ്. ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. $399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂ പ്രിന്റ് ആണ് കേട്ടോ. $399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇതാണ് ലൈനിങ്. ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല പോട്ട്ലി ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബർഗണ്ടി ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് കേട്ടോ. ബേസ് ഷെയ്ഡ് വൈറ്റ് ആണ്. ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ഡോറീസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കാണാം. 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അടിപൊളി കളക്ഷൻ ആണ്, മിസ് ചെയ്യണ്ട. ഇങ്ങനെ വരും. ഇതൊക്കെ എത്രമാത്രം കുറവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന്, അതായത് നിങ്ങൾക്ക് ഇപ്പോഴും നമ്മൾ ക്ലിയറൻസ് സെയിലൊക്കെ 399 കിട്ടാതൊക്കെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ ഇത്രയും നമ്മളോട് ഷൗട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഒരു റേറ്റിന് ഒരിക്കലും കിട്ടത്തില്ല എന്നുള്ളത് കേട്ടോ. 399 എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബോട്ടം പിന്നെ നമ്മുടെ ടോപ്പും കൂടി, അതാണ് അത്രയും ദേഷ്യമൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഒന്നുകൂടി പറയാം, ഇത് എല്ലാം തന്നെ സിംഗിൾ പീസോ ഒരു സൈസിൽ ചിലപ്പോൾ 1-2 പീസൊക്കെ ചിലതിലുണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ചോദിക്കുക ഏതാണ് ഉള്ളത്. അതായത് ഏതെങ്കിലും എക്സൽ ഉണ്ടെങ്കിൽ, അതായത് വേണം നിർബന്ധമുള്ളവരാണെങ്കിൽ എക്സൽ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. ഫോട്ടോസ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ജസ്റ്റ് എന്നിട്ട് പോയിട്ട് ഒന്ന് നമ്മളെ വീഡിയോസ് തന്നെ ചെക്ക് ചെയ്യുക, അതിനുശേഷം പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രൈസ് ഓൺലി 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ ഇന്ന് കാണിച്ച 3 പീസ് സെറ്റിലോ കോഡ് സെറ്റിലോ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചോളൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇന്നലെ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് നാടോടി നൃത്തത്തെ ബ്ലൗസ് പീസിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കണ്ണൂർ. അപ്പോൾ ഞാൻ മനസ്സിലായി ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ടോപ്പ് മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിപ്പം മാർക്കറ്റ് റേറ്റ്, അതായത് ഇതിൻ്റെ കാന്ത കോട്ടൻ്റെ ഒക്കെ റേറ്റ് അത്രയധികം അറിയത്തില്ല. എന്നാലും മാനുഫാക്ചേഴ്സ് പറയുന്ന അറിവ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് കാന്ത കോട്ടൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 140, 180 ഈ റേഞ്ചിലൊക്കെ ആയിരുന്നു എനിക്ക് കാന്ത കോട്ടൺ അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായത്. കാന്ത കോട്ടൺ മാത്രമല്ല അജ്രക്കിനും ഇതേ റേറ്റാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെ എഫേർട്ട്, അതായത് ഞങ്ങൾ ഒരു കുർത്തി 399-നും 499-ഒക്കെയാണ്, കാന്ത കോട്ടണൊക്കെ 499-നാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായത് നിങ്ങൾക്ക് അറിയാതെ. അപ്പോൾ അത്
എത്രത്തോളം വേർത്താണെന്നുള്ളത് അപ്പോഴാണ് അങ്ങനെ വാങ്ങിക്കാൻ പോകുന്നവർക്കാണ് മനസ്സിലാവുക കേട്ടോ. അതായത് 2.5 മീറ്ററോളം വേണം. 180 ഒക്കെ വരുമ്പോൾ 140 ഒക്കെ വരുന്ന സമയത്ത് 2.5 മീറ്ററിന് എത്ര റേറ്റ് ആയി. അത് കൂടാതെ വിത്ത് ലൈനിങ്, പിന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്ന GST ഫ്രീ ഷിപ്പിംഗ്. കാരണം എല്ലാം അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വീട്ടിലാണ് പോസ്റ്റ് ഓഫീസ് വഴി എത്തുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേ ചെയ്യുക, നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പേ ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ മുന്നിലേക്ക് വീട്ടിലേക്ക് എത്തുകയാണ്. അതിൻ്റെ പിന്നിൽ എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ടാകും ഞങ്ങളൊക്കെ എന്നറിയാം. ഞങ്ങൾക്ക് ബൾക്കായിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നത്, അല്ലാതെ 1-2 പോകുന്നത് കൊണ്ടല്ല. അതായത് ഈ ഷോപ്പിനെ സംബന്ധിച്ചിട്ട് ഈ ഷോപ്പിൽ ഞാൻ ഈ കുർത്തീസ് വെക്കുന്ന സമയത്ത് എനിക്ക് ഒന്നിൽ വളരെ കുറച്ച് ലാഭമാണ് വരുന്നത്. അപ്പം ഇവിടെ വന്നവർ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് അത് എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും അറിയോ. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, അത് ക്ലോത്ത് റേറ്റ് തന്നെ ഇത്രയും വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഞാൻ എത്രയും റേറ്റ് കുറച്ച് പ്രോഫിറ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഈ ഷോപ്പിലേക്ക് വരുന്നവർ പിന്നെയും ഡിസ്കൗണ്ട് ചോദിക്കും. എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം അത്രയും കുറച്ചിട്ടാണ് കിട്ടുന്നത്. കൃത്യമായിട്ട് അറിയാം, എല്ലാവർക്കും വരുന്നവർക്ക് അറിയായിട്ടൊന്നുമല്ല, എല്ലാവർക്കും അറിയാം എത്രമാത്രം റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പ്രൊഡക്റ്റുകളൊക്കെ അയക്കുന്നതും എല്ലാം ചെയ്തത്. അതിലിടയ്ക്ക് ക്ലിയറൻസ് സെയിൽ കൂടി വരുമ്പോൾ വീണ്ടും ഡൗൺ ആയി. അത് വലിയ കുഴപ്പമില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം 1-2 പീസാണ്. അത് ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ആ ഒരു പ്രൈസിന് സെയിൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ അത്യാവശ്യം പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം. പിന്നെ കളർ വേരിയേഷൻസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ എല്ലാ ഷോർട്സിലും കളർ വേരിയേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളർ വേരിയേഷൻ എല്ലാം എക്സ്പെക്ട് ചെയ്യണം, ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കുക എന്നുള്ളത്. അവര് പറയുന്ന അതായത് നമ്മളിപ്പം കസ്റ്റമേഴ്സുമായിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് അവർ പറയും നിങ്ങൾക്കത് പറഞ്ഞാൽ പോരെ എന്ന് പറയും, നിങ്ങൾക്കത് പറഞ്ഞ് അവിടെ ഇട്ടാൽ പോരെയെന്ന്. നമ്മൾ വീട് വരെ എത്തിക്കുന്നില്ലേ എല്ലാം. അതായത് നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് നിങ്ങൾ കണ്ട് പേ ചെയ്തതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്ത് വീട് വരെ എത്തിക്കുന്നില്ല. അതിലൊരു ഓപ്പണിംഗ് വീഡിയോ അല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ആ ഒരു ഓപ്പണിംഗ് വീഡിയോ ഞങ്ങൾക്ക് ഷുവർ ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി ഡാമേജിന്റെ പ്രോബ്ലംസ് വരാറില്ല കേട്ടോ. അപ്പോൾ പക്ഷെ വന്നത് തന്നെ 1-2 കേസാണ്. ആ കേസിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിന് ഓപ്പണിംഗ് വീഡിയോ, ഞങ്ങൾ പൈസ ഇട്ടതല്ലേ. അപ്പൊ ഞങ്ങൾ എഫേർട്ടിന് എന്താണ് വില? ഞങ്ങളിപ്പോൾ നിങ്ങളെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണോ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണോ എങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഈ ഓർഡർ ഫോർമാറ്റ് ഞങ്ങൾ കൊടുക്കാറുണ്ട്, അതിലും ഓപ്പണിംഗ് വീഡിയോ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ കൃത്യമായിട്ട് ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ എടുത്തു വെക്കുക. കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടിയാൽ ഉടനെ തന്നെ ഓപ്പണിംഗ് വീഡിയോ ദയവ് ചെയ്തിട്ട് എല്ലാവരും എടുത്തു വെക്കുക. ഞാൻ എത്ര വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താണെന്ന് അറിയില്ല. ഓർഡർ ഫോർമാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് എടുത്തു വെക്കാൻ മടിക്കുന്നുണ്ട്. എടുത്തു വെക്കണം കേട്ടോ. എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പെർമിഷൻ ഇല്ലാതെ മറ്റൊരു നമ്പറിലേക്കും പേ ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് GST ഉള്ളതാണ്. അപ്പോൾ കറക്റ്റ് ഞങ്ങളെ ബിസിനസ് അക്കൗണ്ടിലേക്ക് തന്നെ പേ ചെയ്യുക. എന്തുകൊണ്ടാണ് ഞങ്ങൾ മറ്റു നമ്പറിലേക്ക് പേ ചെയ്യേണ്ടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ബ്ലോക്ക് ആവുന്ന ഓവർ ട്രാൻസാക്ഷൻ വരുമ്പം ആക്സിസ് ബാങ്കിൽ നിന്ന് നമുക്ക് ബ്ലോക്ക് ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം നമുക്ക് പ്രോബ്ലം വരാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, തൽക്കാലത്തേക്ക് 1-2 ട്രാൻസാക്ഷൻസ് നമ്മൾ മാറ്റിയിടും. പക്ഷെ അത് സ്ഥിരമായിട്ട് ചെയ്യാൻ പാടില്ല. അത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്ലോക്കായ ടൈം മാത്രമേ നമ്മളത് ചെയ്യുന്നുള്ളൂ. അത് പിന്നെ നമ്മൾ ക്യാഷ് എടുത്ത് തിരിച്ചിടുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക്, അത് ശരിയായി കഴിഞ്ഞാൽ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞങ്ങൾ ഓർഡർ ഫോർമാറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ അക്കൗണ്ടിൽ മാത്രം, ഞങ്ങളെ ബിസിനസ് അക്കൗണ്ടിൽ മാത്രമേ നിങ്ങൾ പേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അല്ലാത്ത ഒരു തരത്തിലുള്ള ട്രാൻസാക്ഷൻസും സ്വീകരിക്കുന്നതല്ല. അത് നമ്മൾ നെഗറ്റീവായിട്ട് കണക്കാക്കുകയും നമ്മളത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. അതൊരിക്കലും തന്നെ നമ്മൾ അംഗീകരിക്കത്തില്ല. നമ്മൾ ബ്ലോക്കായ സമയത്ത് നമ്മൾ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതെൻ്റെ അവസ്ഥ കൊണ്ട് കൊടുക്കുന്നതാണ്. അതിനുശേഷം പിന്നെ നിങ്ങളത് ഇടാൻ പാടില്ല കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രൊഡക്റ്റ് കിട്ടത്തില്ല, നിങ്ങൾ വീണ്ടും ക്യാഷ് ഇടേണ്ടി വരും. എനിക്ക് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ടി വന്നത്, എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അത് ചെയ്യരുത് കേട്ടോ. അതാണ് നമുക്ക് ടാലി ആവണം. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് GST ഉള്ളതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ബ്ലോക്ക് ചെയ്യുന്ന പ്രശ്നം വരില്ല. കാരണം എന്ന് വെച്ചാൽ ആക്സിസ് ബാങ്ക് മാത്രമല്ല, ഇപ്പം നമ്മൾ SIBയിലേക്കും കൂടി മാറിയിട്ടുണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കും കൂടി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത കറണ്ട് അക്കൗണ്ടിൻ്റെ സ്കാനർ നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം എനിക്കിത് വന്ന് പറയേണ്ടി വന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ ചെയ്ത് വെക്കട്ടെ. എന്നാൽ മാത്രമേ ഇനി ഇങ്ങോട്ടേക്ക് വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. ലെങ്തി വീഡിയോയിൽ ഇത്രയും പറയാൻ കാരണം, ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലല്ലേ ലെങ്തി വീഡിയോ വരുന്നുള്ളൂ. ബാക്കി എല്ലാ സമയവും ഷോർട്സിനൊരു ടൈം പരിമിതി ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് ലൈവ് ഈ വീക്ക് തന്നെ വരാം കേട്ടോ.